രാമേശ്വരം കഫേയിൽ വിളമ്പിയ ഭക്ഷണത്തിനുള്ളിൽ പുഴുവിനെ കണ്ടെത്തി. ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ രാമേശ്വരം കഫേയിലെ ഔട്ട്ലെറ്റിലാണ് യുവാവിന് വിളമ്പിയ പൊങ്കലിൽ നിന്ന് പുഴുവിനെ കണ്ടെത്തിയത്. ബംഗളൂരുവിലെ കൊമ്പഗൌഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുള്ളിലെ രാമേശ്വരം കഫേ ഔട്ട്ലെറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് പൊങ്കലിൽ നിന്ന് പുഴുവിനെ കിട്ടി. സംഭവം മറച്ചുവെക്കാൻ ജീവനക്കാർ ശ്രമിച്ചുവെന്ന് യുവാവ് ആരോപിച്ചു. പുഴുവിനെ വീഡിയോയിൽ പകർത്താൻ തുടങ്ങിയപ്പോഴാണ് ജീവനക്കാർ പ്രതികരിക്കുകയും ക്ഷമാപണം നടത്തിയതെന്നും യുവാവ് പറയുന്നു. പിന്നീട് ജീവനക്കാർ പണം തിരികെ നൽകി ഇയാളെ പറഞ്ഞയക്കുകയായിരുന്നു. സംഭവം വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ ഉപയോക്താക്കൾ ഔട്ട്ലെറ്റിനെതിരെ കർശന നടപടിയെടുക്കണമെന്നും പൊതുഭക്ഷണശാലകളിൽ പ്രത്യേകിച്ച് വിമാനത്താവളങ്ങൾ പോലുള്ള തിരക്കേറിയ മേഖലകളിൽ ഭക്ഷ്യസുരക്ഷാ നടപടികൾ മെച്ചപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുന്നു. കഫേയുടെ സഹ ഉടമകളായ രാഘവേന്ദ്ര റാവുവും ദിവ്യ റാവുവും സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചു. മുൻകാലങ്ങളിൽ ഉപഭോക്താക്കൾ അവരുടെ പോക്കറ്റിൽ നിന്ന് പുഴുക്കളെ പുറത്തെടുത്ത് ബ്രാൻഡിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ ഉപയോഗിച്ച സംഭവങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ CCTVയിൽ ഇത്തരം സംഭവങ്ങൾ പതിഞ്ഞിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. ബംഗളൂരു ആസ്ഥാനമായുള്ള ഒരു ബ്രാൻഡാണ് രാമേശ്വരം കഫേ. കൂടാതെ ഇവർക്ക് നിരവധി റെസ്റ്റോറന്റുകളും ശൃംഖലകളുമുണ്ട്. നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഇടയിൽ ഇതൊരുപോലെ ജനപ്രിയമാണ്. രാമേശ്വരം കഫേക്ക് നിലവിൽ ബംഗളൂരുവിൽ 5 ഔട്ട്ലെറ്റുകളാണുള്ളത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കാലാവധി കഴിഞ്ഞതും തെറ്റായി ലേബൽ ചെയ്തതുമായ നിരവധി ഭക്ഷ്യവസ്തുക്കൾ കണ്ടെടുത്തതിനെ തുടർന്ന് ഹൈദരാബാദിലെ അവരുടെ ഔട്ട്ലെറ്റുകൾ തെലങ്കാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയ്ക്ക് വിധേയമായി. ഇതിൽ 2024 മാർച്ചിൽ കാലാവധി കഴിഞ്ഞ 100 കിലോ ഉഴുന്നുപരിപ്പ്, 10 കിലോ കാലാവധി കഴിഞ്ഞ തൈര്, 8 ലിറ്റർ കാലാവധി കഴിഞ്ഞ പാൽ എന്നിവ ഉൾപ്പെടുന്നുണ്ടായിരുന്നു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.